നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നിയമം അത് പാലിക്കപ്പെടാനുള്ളതാണ്. സൗദിയിലെത്തി നിയമം ലംഘിച്ച പ്രവാസികൾക്കെതിരെ കർശന നടപടി സ്വീകരിച്ചു വരികയാണ് ആഭ്യന്തര മന്ത്രാലയം. നിയമലംഘകരെ കണ്ടെത്തുന്നതിനുള്ള പരിശോധന രാജ്യത്ത് ശക്തമായി തന്നെ തുടരുകയാണ്. ദിവസേന ആയിരക്കണക്കിന് വിദേശികളാണ് സുരക്ഷാ വിഭാഗത്തിന്റെ പിടിയിലാകുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ വിവിധ വകുപ്പുകൾ സഹകരിച്ചാണ് പരിശോധന നടത്തിവരുന്നത്. സൗദിയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 15,000-ലധികം നിയമലംഘകർ പിടിയിലായതായി ആഭ്യന്തര മന്ത്രാലയം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. താമസരേഖാ കാലാവധി അവസാനിച്ചവർ, അനധികൃതമായി രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയവർ, തൊഴിൽ നിയമലംഘനം നടത്തിയവർ എന്നിവരാണ് പിടിയിലായത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 15,568 പേർ പിടിയിലായതായി മന്ത്രാലയ വൃത്തങ്ങൾ വെളിപ്പെടുത്തി. ഇവരിൽ 9,331 പേർ താമസരേഖയുടെ കാലാവധി അവസാനിച്ചവരും 4,226 പേർ അനധികൃതമായി രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയവരും 2,011 പേർ തൊഴിൽ നിയമലംഘനം നടത്തിയവരുമാണ്. നിയമലംഘകർക്ക് അഭയവും യാത്രാ സൗകര്യവും നൽകിയതിന് 20 പേരും അറസ്റ്റിലായി. നിയമലംഘകർക്ക് താമസയാത്രാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നവർക്ക് മന്ത്രാലയ അധികൃതർ ശക്തമായ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇത്തരക്കാർക്ക് 15 വർഷം വരെ തടവും 1 ദശലക്ഷം റിയാൽ വരെ പിഴയും ചുമത്തുമെന്ന് അധികൃതർ ആവർത്തിച്ച് വ്യക്തമാക്കി. കടുത്ത നിബന്ധനകളാണ് രാജ്യത്തുള്ളതെങ്കിലും പ്രവാസികൾക്ക് പ്രിയ ഇടം തന്നെയാണ് സൗദി. എന്നാൽ ഡ്രൈവർ, നഴ്സ്, ലേബർ എന്നീ പ്രൊഫഷനുകളിൽ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് രാജ്യത്തേക്ക് വരുന്നതിന് ടൂറിസ്റ്റ് വിസ ലഭിക്കില്ലെന്ന സുപ്രധാന നിബന്ധന അധികൃതർ മുന്നോട്ട് വെച്ചിരുന്നു. മറ്റ് എല്ലാ പ്രൊഫഷനുകളിലുള്ളവർക്കും വിസ ലഭിക്കുമെന്നും ടൂറിസ്റ്റ് വിസയിൽ സൗദിയിൽ എത്തിയാൽ നിയമങ്ങൾ പാലിക്കണമെന്നും രേഖകൾ കയ്യിൽ കരുതണമെന്നും സൗദി ടൂറിസം മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് ഓൺലൈൻ ടൂറിസ്റ്റ് വിസ സൗദി ടൂറിസം മന്ത്രാലയം അനുവദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒന്നോ അതിലധികമോ തവണ ടൂറിസ്റ്റ് വിസ ഉപയോഗിക്കാവുന്നതാണ്. വിസ അപേക്ഷകരുടെ ഗൾഫിലെ താമസരേഖ അഥവാ ഇഖാമ കാലാവധി 3 മാസത്തിലും പാസ്പോർട്ട് കാലാവധി 6 മാസത്തിലും കുറയാൻ പാടില്ലെന്നും വ്യവസ്ഥയുണ്ട്. സിംഗിൾ എൻട്രി, മൾട്ടിപ്പിൾ എൻട്രി എന്നിങ്ങനെ 2 വിധത്തിലാണ് ടൂറിസം വിസ ലഭിക്കുക. ആരോഗ്യ ഇൻഷുറൻസ് അടക്കം ഏകദേശം 435 റിയാൽ ചെലവ് വരും. ഇതെല്ലാം വിസ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഓൺലൈൻ വഴി ഡോളറായി അടയ്ക്കണം. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ ഇമെയിൽ വഴി രജിസ്റ്റർ ചെയ്ത് ആവശ്യപ്പെട്ട രേഖകൾ സഹിതം അപേക്ഷ നൽകിയാൽ മണിക്കൂറുകൾക്കകം വിസ ലഭിക്കും. ടൂറിസ്റ്റ് വിസയിൽ എത്തുന്നവർക്ക് ഉംറ കർമ്മം നിർവഹിക്കാവുന്നതാണ്. എന്നാൽ ഹജ്ജ് നിർവഹിക്കാൻ കഴിയില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.